ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് സ്വാഗതം. മഹാവതാർ ബാബാജിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ മോഹൻജിയും ബാബാജിയും തമ്മിലുള്ള ബന്ധവും മോഹൻജിക്കുണ്ടായ ഒരു അനുഭവവുമാണ് ഞാൻ ഇതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു യോഗിയുടെ ആത്മകഥ എന്ന പരമഹംസ യോഗാനന്ദയുടെ പുസ്തകത്തിലൂടെയാണ് മഹാവതാർ ബാബാജിയെക്കുറിച്ച് ലോകം കൂടുതലായി അറിയുന്നത്. ആത്മീയ പുരോഗതിക്കായുള്ള പുരാതന വിദ്യയായ ക്രിയായോഗ ലോകത്തിന് പകർന്നു നൽകിയത് ബാബാജിയാണ്. ഉയർന്ന ആത്മീയ തലത്തിലുള്ളവർക്ക് മാത്രമേ അദ്ദേഹത്തെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബാബാജിയുടെ ജനനത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ലെങ്കിലും തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ടിൽ ജനിച്ച നാഗരാജ് എന്ന ബാലനാണ് പിൽക്കാലത്ത് മഹാവതാർ ബാബാജിയായി മാറിയത് എന്ന് ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹം അഗസ്ത്യമുനിയുടെയും ഭോഗനാഥരുടെയും ശിഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉത്തരാഖണ്ഡിലെ റാണിക്കേത്തിനടുത്തുള്ള ദ്വാരാഹട്ടിലെ ഒരു ഗുഹയിലാണ് ബാബാജി ലാഹിരി മഹാശയന് ദർശനം നൽകിയത്. ഇന്നിത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഇനി മോഹൻജിയുടെ വാക്കുകളിലൂടെ. ബാബാജി ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല, മറിച്ച് എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനശ്വരമായ ഊർജരൂപമാണെന്ന് മോഹൻജി വിശ്വസിക്കുന്നു. ബാബാജിക്ക് സിദ്ധ പാരമ്പര്യവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും അദ്ദേഹം നവനാഥ സിദ്ധ പാരമ്പര്യത്തിലെ ഭോഗനാഥർ എന്ന മഹാഗുരുവിൻ്റെ ശിഷ്യനായി അറിയപ്പെടുന്നുവെന്നും മോഹൻജി വ്യക്തമാക്കുന്നു. ലോകത്തെ സ്ഥൂലമായ ബോധത്തിൽ നിന്നും സൂക്ഷ്മമായ ബോധത്തിലേക്ക് നയിക്കാൻ ഭഗവാൻ മുരുകൻ സ്വീകരിച്ച അവതാരമാണ് ബാബാജി എന്നാണ് മോഹൻജി പറയുന്നത്. മോഹൻജി എഴുതിയ ബാബാജി ബിയോണ്ട് ഡെഫിനിഷൻസ് എന്ന ബ്ലോഗിൽ നിന്നുമാണ് ഞാൻ ഈ അനുഭവം എടുത്തത്. മോഹൻജി പറയുന്നു, ബാബാജിയുമായുള്ള എൻ്റെ കൂടിക്കാഴ്ച ഞാൻ ചുരുക്കത്തിൽ പറയാം. ബാബാജിയുമായി ആഴത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അറിയാനിടയായി. അദ്ദേഹത്തെ ബാബാജി ബോയ് എന്നാണ് വിളിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയില്ല. എപ്പോഴും അദ്ദേഹം ധ്യാനത്തിലായിരിക്കും. ഒരിക്കൽ ധ്യാനത്തിലിരുന്നാൽ 7 ദിവസത്തിന് ശേഷമേ അദ്ദേഹം എഴുന്നേൽക്കുകയുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് തോന്നി. അദ്ദേഹത്തോടൊപ്പമുള്ള ആൾ പറഞ്ഞു, മോഹൻജി, സമയം പാഴാക്കണ്ട. നിങ്ങൾ അവിടെ പോയാൽ അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ നോക്കുക പോലും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ വിലാസം അവർ നൽകി. ഈ വ്യക്തി മലേഷ്യയിൽ നിന്നുള്ള ആളാണ്. പക്ഷെ ആ സമയത്ത് ഇന്ത്യ സന്ദർശിക്കുകയായിരുന്നു. അന്ന് രാവിലെയാണ് ഞാൻ വിദേശത്ത് നിന്ന് വിമാനമിറങ്ങിയത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അദ്ദേഹം വാതിൽ തുറന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് എന്നെ എങ്ങനെ അറിയാം? കാരണം ഞാനുമായി ഒരു തരത്തിലുമുള്ള പരിചയപ്പെടലുകൾ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് 2000 ആണ്ടിന്റെ തുടക്കത്തിൽ നടന്ന കാര്യമാണ്. അന്ന് ഞാൻ ബാബാജിയോട് പ്രാർത്ഥിക്കുകയോ
അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. വെറും ഒരു ആത്മീയ അന്വേഷകൻ മാത്രമായിരുന്നു ഞാൻ. ബാബാജി ബോയ് വാതിൽ തുറന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നീ ഇന്ന് വരുമെന്ന് ഇന്നലെ ബാബാജി എന്നോട് പറഞ്ഞിരുന്നു. നിനക്കായി എനിക്ക് ചിലത് കൈമാറാനുണ്ടെന്ന്. ഞാൻ ആവേശഭരിതനായി. അദ്ദേഹം ചോദിച്ചു, നിന്റെ പ്രശ്നം നിനക്കറിയാമോ? നിന്റെ മനസ്സ് എല്ലായിടത്തും അലഞ്ഞു തിരിയുകയാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായും എനിക്കറിയാം. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനസ്സിനെ രണ്ടായി വിഭജിക്കുക എന്ന തന്ത്രമാണ് ബാബാജി നിനക്ക് നൽകുന്നത്. മനസ്സിന്റെ ഒരു ഭാഗം കൊണ്ട് മറ്റേ ഭാഗം നിരീക്ഷിക്കുക. ഒന്നില്ലാതാവുമ്പോൾ മറ്റേതും ഇല്ലാതായിക്കോളും. എനിക്ക് അത്ഭുതം തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കഥ പൂർണ്ണമായും മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അകത്തേക്ക് വരൂ, നമുക്ക് ധ്യാനിക്കാം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. കാരണം അദ്ദേഹം ഒരിക്കൽ ധ്യാനത്തിലിരുന്നാൽ 7 ദിവസം കഴിഞ്ഞ് എഴുന്നേൽക്കൂ. എനിക്കാണെങ്കിൽ 15 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ കഴിയില്ല. എങ്കിലും വേണ്ടെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അകത്തുപോയി. അദ്ദേഹം ഉടനെ ധ്യാനത്തിലായി. ഞാൻ അവിടെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. പല ചിന്തകളും എൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്നു. പുറത്തെ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പരമാവധി 30 മിനിറ്റ് ഞാൻ ഇരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പാദങ്ങൾ നമസ്കരിച്ച് ഞാൻ മടങ്ങി. പക്ഷേ ആ അനുഭവം എനിക്കൊരു ഉത്തരം നൽകി. ബാബാജി എന്നെ അറിയുന്നുണ്ടെന്നും എന്നോട് സംസാരിക്കുന്നുണ്ടെന്നും. 10 ദിവസങ്ങൾക്ക് ശേഷം ഒരു ചടങ്ങിൽ എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ മുൻനിർത്തി എന്നെ ആദരിക്കാൻ തീരുമാനിച്ചിരുന്നു. സത്യത്തിൽ എനിക്ക് ആദരവ് ഏറ്റുവാങ്ങുവാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ബാബാജി ബോയ് അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ശരി, ഈ ചടങ്ങിൽ പങ്കെടുത്താൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഞാൻ കരുതി. ഞാൻ അവിടെ എത്തിയപ്പോൾ ആദ്യം ചോദിച്ചത് ബാബാജി ബോയ് എവിടെയാണ് എന്നാണ്. സ്റ്റേജിന്റെ പിന്നിലെ മുറിയിലുണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹം കാലുകൾ പിണച്ചു വെച്ച് കണ്ണുകൾ അടച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്നു. അദ്ദേഹം കണ്ണുകൾ പെട്ടെന്ന് തുറന്നു എന്നെ നോക്കി ഒന്ന് തലയാട്ടി. വീണ്ടും കണ്ണുകൾ അടച്ചു. ആ നിമിഷം ഒരു ഗ്ലാസ്സിലേക്ക് സോഡാ വെള്ളം ഒഴിക്കുമ്പോൾ കുമിളകൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ എൻ്റെ ഉള്ളിലും സംഭവിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിൽ നിന്നും കുമിളകൾ ഉയർന്നതുപോലെ തോന്നി. എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കാതിരിക്കാൻ വയ്യെന്നായി. അവിടെ ഞങ്ങൾ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുമിളകൾ വന്നുകൊണ്ടേയിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കാഴ്ചകൾ മങ്ങാൻ തുടങ്ങി. പരിസരബോധം പൂർണ്ണമായും ഇല്ലാതെയായി. എനിക്കുള്ളിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ കാലത്ത് എൻ്റെ മനസ്സിനെ വിഭജിച്ച് ചിന്തിക്കാൻ എനിക്കറിയില്ലായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിന്റെ ഒരു വശത്ത് ചടങ്ങ് നടക്കുന്നുണ്ടെന്നും എന്നെ ആദരിക്കാൻ വിളിക്കുമെന്ന ബോധം ഉണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. ഇടയ്ക്ക് ഞാൻ കണ്ണു തുറന്ന് അദ്ദേഹത്തെ നോക്കും. അദ്ദേഹം എപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഞാൻ അവിടെ തന്നെ ഇരുന്നു. വേദിയിൽ ഒരു വിശുദ്ധൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ വിശുദ്ധൻ അകത്തേക്ക് വന്ന് അദ്ദേഹം എൻ്റെ തലയിൽ തലോടി തിരികെ പോയി. അപ്പോൾ
എല്ലാം ശമിക്കാൻ തുടങ്ങി. എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു. ബാബാജി ബോയ് അപ്പോഴും അതേ അവസ്ഥയിലായിരുന്നു. ഞാൻ പുറത്തേക്ക് വന്ന ആ കൃത്യസമയം എൻ്റെ പേര് വിളിച്ചു. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അവർ എനിക്ക് അവാർഡ് തന്നു. എന്നിട്ട് എന്നോട് കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ നിശബ്ദതയിലേക്ക് മുഴുകിയിരുന്നു. ഞാൻ പറഞ്ഞു, പ്രസംഗമില്ല, നന്ദി. അതിനുശേഷം ബാബാജി ബോയുടെ മുറിയിലേക്ക് പോയി. അദ്ദേഹം അധികം സംസാരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, തീർന്നു, പോകൂ. എനിക്ക് അദ്ദേഹത്തെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഹിമാലയത്തിലേക്ക് തിരിച്ചു പോകുന്ന അന്ന് വൈകുന്നേരം എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ഒരു കോൾ ലഭിച്ചു. അതെനിക്കൊരു വലിയ അത്ഭുതമായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണണം, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഇത് അതിശയകരമാണെന്ന് ഞാൻ കരുതി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങേക്ക് അത്താഴത്തിന് വരാമോ? നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അത്താഴത്തിന് വരാം. എനിക്കിത് ബാബാജി വരുന്നത് പോലെയാണ് തോന്നിയത്. അദ്ദേഹം വീട്ടിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. തീർച്ചയായും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മലേഷ്യയിലേക്ക് മടങ്ങുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ ഹിമാലയത്തിൽ ബാബാജിയെ കാണാൻ പോകുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ബാബാജി എന്നെ ശകാരിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഹിമാലയത്തിൽ ഇരിക്കുന്നുവെന്നാണോ നീ കരുതുന്നത്? അപ്പോ നിന്റെ കൂടെ ഇരിക്കുന്നത് ആരാണ്? നിനക്ക് ഹിമാലയത്തിൽ വരണം എന്നെ കാണാൻ. തിരിച്ചു വീട്ടിൽ പോകൂ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. ബാബാജി ബോയുടെ കയ്യിൽ ബാബാജിയുടെ ചിത്രമടങ്ങിയ ഒരു കാർഡുണ്ട്. ബാബാജിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കവാടം ആ കാർഡാണ്. ബാബാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കാർഡ് നീ മോഹൻജിക്ക് നൽകൂ. നിനക്കിനി കാർഡിന്റെ ആവശ്യമില്ല. ഞാൻ ഇനി മുതൽ ഈ കാർഡിലൂടെ മോഹൻജിയോട് സംസാരിക്കുന്നതായിരിക്കും. ഈ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ജയ് മോഹൻജി. ഓ